ചാവക്കാട് പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അവിടുത്തെ എസ് ഐ മുടക്കിയതായിട്ട് റിപ്പോർട്ട് വരുന്നത്. എസ് ഐ ബിജിത്താണ് പള്ളിയിൽ 9 മണിക്ക് ശേഷം മൈക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് പള്ളി അങ്കണത്തിൽ അവിടെ സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷന്മാർ റാഫേൽ തട്ടിൽ വരാനിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ സംഭവം. പള്ളിമുറ്റത്തെ വേദിയൊരുക്കിയ നക്ഷത്രങ്ങളൊക്കെ താൻ വലിച്ചും എറിഞ്ഞുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. മൈക്ക് മര്യാദയ്ക്ക് ഓഫ് ചെയ്തോണം. എന്തായാലും 9 മണിക്കാണ് ഇവിടെ വന്ന് എസ് ഐ വിചിത്രമായ ഈ പെരുമാറ്റം നടത്തിയത്. മൈക്ക് പെർമിഷൻ ഇല്ലെങ്കിൽ മൈക്ക് പെർമിഷൻ കൊടുക്കണം. അവരാരും നിയമത്തെ അതിക്രമിച്ചു പോകുന്നവരല്ല. അമ്പലങ്ങളിലും പള്ളികളിലുള്ളവരൊക്കെ കൃത്യമായി എല്ലാ കാര്യങ്ങൾക്കും മൈക്ക് പെർമിഷൻ ചോദിക്കും. മൈക്ക് പെർമിഷൻ ചോദിച്ചില്ലെങ്കിലും ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്ന് മുന്നറിവ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും. അവിടുത്തെ ലോക്കൽ എസ് ഐയുടെ കഴിവുകേടെന്നേ പറയാനൊക്കുള്ളൂ. അങ്ങനെ എത്രയും വലിയ ആൾക്കൂട്ടം. അത് ഒന്നാമത് ഇത് പാലയൂർ പള്ളി എന്ന് പറയുന്നത് സെൻറ് തോമസ് ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ച പള്ളിയിലൊന്നാണ്. വളരെ പുരാതനമാണ്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷമാണ് നടക്കുന്നത്. എല്ലാ പള്ളികളിലും മുറ്റത്തും എല്ലാം നക്ഷത്രങ്ങളും അവിടെ മൈക്കുകളും പ്രവർത്തിക്കുന്നുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആൾക്കാർ പ്രദക്ഷിണം നടത്തുന്നുണ്ട്. നാനാജാതി മനസ്സ് പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷം. അവിടെ ഒരു മൈക്കില്ല എന്നൊരു ധാരണ വെച്ചിട്ടാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായില്ല. ഗുരുവായൂർ അവിടെ കഴിഞ്ഞ ദിവസവും പോലീസിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് അവിടെ വെടിക്കെട്ടും പൂരം നടക്കാതെ പോയെന്ന് ആലോചിച്ചോണം. അവിടെ മൈക്ക് പെർമിഷൻ രാത്രി 10 മണിക്ക് ശേഷം ഇല്ലെങ്കിലും ആ പൂരം നടക്കുമല്ലോ. ഇത്രയും വർഷങ്ങളായിട്ട് പൂരം നടന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പല പള്ളികളിലും അങ്ങനെയാണ്. അതിന് മുന്നോടിയായി സാധാരണ മിടുക്കന്മാരായ സബ് ഇൻസ്പെക്ടർമാരോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരോ അവർ ഇൻ്റലിജൻസ് കളക്ഷൻ നേരത്തെ ഇന്ന അവരുടെ യൂറിസ്ഡിക്ഷനിൽ ഇന്ന സ്ഥലത്ത് ഇന്ന അമ്പലത്തിൽ ഇന്ന പള്ളിയിൽ ഇന്ന സ്ഥലത്ത് ഉത്സവം അല്ലെങ്കിൽ ഇന്നൊരു മഹായോഗം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മീറ്റിംഗ്, ഇതൊക്കെ അവരുടെ പരിധി വരുന്ന കാര്യങ്ങൾ അവരറിയേണ്ട കാര്യങ്ങളാണ്. ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ട് അവിടെ പോയി സെക്യൂരിറ്റി നോക്കേണ്ട ബാധ്യത ആ ചാവക്കാട് എസ് ഐക്കുണ്ട്. ഈ പള്ളിയിലെ ഇത്ര വലിയൊരു ആഘോഷം നടക്കുന്നിടത്ത് അത് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മേലധ്യക്ഷൻ വരുന്നത് സ്ഥലവും അത്ര വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് എന്തുകൊണ്ട് നേരത്തെ ഒരാഴ്ച മുമ്പ് പോയി അവരോട് ബന്ധപ്പെട്ടിട്ട് സെക്യൂരിറ്റി കാര്യങ്ങൾ അന്വേഷിക്കാത്തതുണ്ട്? അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ ചാവക്കാട് എസ് ഐക്കുണ്ട്, വിജിത്തിനുണ്ട്. അല്ലാതെ അതിനകത്ത് ചില നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞ് അവിടെ വന്ന് അലമ്പുണ്ടാക്കുന്നത് ഒരു നടപടി ശരിയല്ല. പോലീസിൻ്റെ വർക്ക് അങ്ങനല്ല ചെയ്യേണ്ടത്. അത് അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് നേരത്തെ വന്ന് പള്ളിക്കാരെ ഒരാഴ്ച മുമ്പ് കണ്ടിരിക്കണം. അവരപേക്ഷിച്ചില്ലെങ്കിൽ തന്നെ കാണണം. നിയമപരമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ രാത്രി പ്രവർത്തിക്കുന്ന പ്രത്യേക സെക്യൂരിറ്റി വേണ്ടി വരും. അതിനൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം പോലീസ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും നേരത്തെ തന്നെ പോലീസ് അവരാരും അപേക്ഷിച്ചില്ലെങ്കിലും പോലീസ് ചെന്ന് ബന്ധപ്പെട്ടവരെ കാണുകയും സെക്യൂരിറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ലോ ആൻഡ് ഓർഡർ നടത്തുന്നവർ ഒരു അനിഷ്ട സംഭവങ്ങൾ ആൾക്കൂട്ടം ഉണ്ടായടുത്ത് കള്ളുകുടിയന്മാരുടെ ബഹളം ഉണ്ടാകാതിരിക്കും, കത്തിക്കുത്തം ഉണ്ടാകാതിരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള 100,000 പ്രശ്നങ്ങളുണ്ട് അവിടെ. അത് തടയേണ്ട ഉത്തരവാദിത്വം പള്ളിക്കാരോ അമ്പലക്കാരോ പറഞ്ഞില്ലെങ്കിലും എസ് ഐയുടെയും സി ഐയുടെ ഉത്തരവാദിത്വമാണ്. അത് ഇൻ്റലിജൻസ് അത് റിപ്പോർട്ട് ചെയ്ത് എത്രമാത്രം ആൾക്കാരവിടെ കൂടുമെന്നും ആഘോഷം എത്ര മണി വരെ നിൽക്കുമെന്നും ഒക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോകുന്നതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ എസ് ഐ ബാധ്യസ്ഥരാണ്. അതിനു പകരം ആ പള്ളി അങ്കണത്തിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവരെ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങളെല്ലാം വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഇയാളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് പറ്റിയവരല്ല എന്ന് പറയേണ്ടി വരും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പള്ളിക്കാർ വിളിച്ചു. അവിടുത്തെ MP ആണ്. അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം എസ് ഐയോട് കോൺടാക്ട് ചെയ്യാൻ നോക്കി. എസ് ഐ ഫോൺ എടുക്കത്തില്ല. MP ആണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തില്ല. അതൊരു പ്രോട്ടോകോൾ ലംഘനം തന്നെയല്ലേ? പ്രോട്ടോകോൾ അനുസരിച്ച് എസ് ഐയുടെ മുകളിലും കളക്ടറുടെ മുകളിലും MP ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരാൾ വിളിക്കുമ്പോൾ ഫോണ് അറ്റൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അസൗകര്യം എന്തെങ്കിലും ഇപ്പം വിളിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കേണ്ട മര്യാദ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും കാണിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാരും രാഷ്ട്രീയപരമായിട്ട് വെറുപ്പും അതൊക്കെ ഉണ്ടാവും. നിയമം അവർ തെറ്റിച്ചെന്നും വരും. അത് തെറ്റാതിരിക്കാനും അതിന് വേണ്ട അവർക്ക് ഉപദേശം കൊടുക്കാനും ബാധ്യസ്ഥരാണ് ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ. പെർമിഷൻ ഇല്ലാതെ ലൗഡ് സ്പീക്കർ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവിടെ പോയി ബഹളം ഉണ്ടാക്കിയെന്ന ഒരു ന്യായീകരണം പറയുന്നത് അത് യുക്തമല്ല. അത് മേലുദ്യോഗസ്ഥർ അത് ശ്രദ്ധിക്കണം. പല സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാവും. അമ്പലനും പള്ളികളൊക്കെ ആൾ കൂടും. ചിലപ്പോൾ അവർ അറിയിച്ചില്ലെന്ന് വരും, ചിലപ്പോൾ അറിയിക്കാൻ അവർ വിട്ടുപോയെന്ന് വരും.
അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പോലീസ് നേരത്തെ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കണം. ഒരു അവരുടെ ലിമിറ്റിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വീട്ടിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും പോകണം. എങ്ങനെ മരിച്ചു, എന്ത് മരിച്ചു എന്നൊക്കെയുള്ള പ്രശ്നം വേറെ. നോർമലായിട്ടുള്ള ഡെത്താണോ? അതുപോലെ വിവാഹ പാർട്ടി സ്ഥലത്ത് ഇപ്പം പൊതുവേ നമ്മൾ നോക്കുമ്പോൾ വീടുകളിലും ഹാളിലും നടക്കുന്ന വിവാഹത്തിൽ അടിയുണ്ടാവും. പല സ്ഥലങ്ങളിലും അടി നടക്കുകയും കത്തിക്കുത്ത് നടക്കുകയും മരണം വരെ സംഭവിച്ച സംഭവങ്ങളുണ്ട്. അത് കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തം എവിടെയൊക്കെ വിവാഹം നടക്കുന്നു, എവിടെയൊക്കെ പെരുന്നാൾ നടക്കുന്നു, എവിടെയൊക്കെ ഉത്സവം നടക്കുന്നു, എവിടെയൊക്കെയാണ് ഈ ലോ ആൻഡ് ഓർഡർ പ്രശ്നം, ബാറ് എവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ പരിസരത്തൊക്കെ എപ്പോഴും പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം അലർട്ടായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന ഇതുപോലെയുള്ള തർക്കുത്തരങ്ങൾ കാണിച്ച് നിയമത്തിൻ്റെ പരിരക്ഷയിലാണ് താൻ ചെയ്തതെന്ന് പറയുന്നത് യുക്തിസഹമായ ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിലായിരിക്കണം. എല്ലാ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലൊക്കെ അവരവരുടെ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷനുണ്ട്. അതെല്ലാം അവർ നോക്കണം, മുൻകൂർ പോയി നോക്കണം. അവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ടാകരുത്, കത്തിക്കുത്തുണ്ടാകരുത്, അടിപിടി ഉണ്ടാകരുത്. ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്, പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരു പാലയൂർ പള്ളിയിൽ മൈക്ക് പെർമിഷൻ ഇല്ലെങ്കിൽ അവിടെ പോയി നേരത്തെ അന്വേഷിച്ച് മൈക്ക് പെർമിഷൻ എടുത്തിട്ടുണ്ടോ, നിയമപരമായിട്ട് എടുക്കണം, അതിൻ്റെ ഫീസ് അടയ്ക്കണം, എത്ര ആയിരം ആൾക്കാരവിടെ വരും, അവർക്ക് എത്ര സെക്യൂരിറ്റി കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ധരിപ്പിച്ചില്ലെങ്കിലും മുൻകൂർ പോയി ചെയ്തു കൊടുക്കേണ്ട ബാധ്യത അവിടുത്തെ ലോക്കൽ SIക്കും ലോക്കൽ സർക്കിൾ ഇൻസ്പെക്ടറും അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർക്കോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതുപോലെ യാതൊരു യുക്തിയും ഇല്ലാത്ത രീതിയിൽ ഈ രീതിയിലുള്ള സംസാരവും ഈ രീതിയിലുള്ള പെരുമാറ്റവും ഭീഷണിപ്പെടുത്തുമെന്നും വിലപ്പോവില്ല കേരളത്തിൽ. അത് അങ്ങനെയല്ല നിയമം നടപ്പാക്കേണ്ടത്. നിയമം എല്ലാത്തിനും കൃത്യമാണ്, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മൈക്കിന് പെർമിഷൻ വേണം, എടുത്തിട്ടില്ലെങ്കിൽ നേരത്തെ അയച്ചിട്ട് അതിൻ്റെ ഫീസ് അടപ്പിച്ചിട്ട് അതിൻ്റെ തലേദിവസമെങ്കിലും അവിടെ ചെന്ന് ഇതുപോലെ എത്ര ആൾ വരുന്നുണ്ട്, ഏതൊക്കെ VIP വരുന്നതൊക്കെ ഇത് അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. അല്ലാതെ ഈ രീതിയിലുള്ള പോഷത്തരം കാണിക്കുന്നത് ശരിയല്ല. അതിന് SIക്കെതിരായിട്ട് നടപടി എടുക്കണം. അവിടുത്തെ ലോക്കൽ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അതിന് അതിശക്തമായ പ്രതികരണം SIക്കെതിരായിട്ട് നടത്തിയത് നമ്മൾ കണ്ടു. കാരണം പാലക്കാട് ഇപ്പം ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. അവിടെ രണ്ട് പള്ളിയിലെ BJPയിലെ ആൾക്കാരാണ് ആ പള്ളിയിലെ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് സമയത്ത് അവിടെ അലങ്കോലമാക്കി അവിടുന്ന് നക്ഷത്രങ്ങളും മറ്റതും പുൽക്കൂടുകളും അതെല്ലാം വലിച്ചെറിഞ്ഞു എന്നുള്ള പരാതി വന്നിരിക്കുന്നു. ഇവിടെ ഇപ്പം ഈ SIയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തെ എതിർത്തുകൊണ്ട് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ അവരും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചതായി കണ്ടു. കാരണം നമുക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ, പൂരം കലക്കി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു എൻക്വയറി നടക്കുന്നുണ്ട്. സീനിയർ ഉദ്യോഗസ്ഥനായിട്ട് അത് ഇൻവോൾവാണ്. അവിടെ പൂരം നടക്കാതെ പോയി, വെടിക്കെട്ട് നടക്കാതെ പോയി, പകല് വെടിക്കെട്ട് നടത്തേണ്ട ഗതികേട് വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിയമത്തിൻ്റെ ഈ മൈക്കിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പം പൂരം നടക്കുന്നിടത്ത് ചിലപ്പം മൈക്കിന് അനുവാദം ചോദിച്ചില്ലെന്ന് വരും. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലത്ത് അവിടെ പോലീസിൻ്റെ ഒന്നും വിലപ്പോവില്ല. അവിടെ അടിപിടി നടക്കും, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ വലിയ ഇഷ്യൂ ഉണ്ടാവും. അതുണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ലോക്കൽ ഓഫീസേഴ്സിനാണ്. അവിടങ്ങളിൽ പൂരം നടക്കുന്ന സ്ഥലം ആയിരക്കണക്കിന് മൈക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെങ്ങും ഇതുവരെ ഒരു ഡിസ്റ്റർബൻസോ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. അവിടെ പോലീസ് ഇതുപോലെയുള്ള ഇൻ്റർഫിയറൻസ് നടന്നില്ല. ഈ അടുത്ത കാലത്ത് മാത്രമാണ് പൂരം നടക്കാതെ പോയ ഇൻ്റർഫിയറൻസ് വന്നത്. ഇത് എല്ലാ സ്ഥലത്തും അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെയുള്ള മുസ്ലിം പള്ളികളിലൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് തടയേണ്ടതും പ്രിവെൻറ്റ് ചെയ്യുന്നതും ലോക്കൽ പോലീസ് ഓഫീസറിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ മുൻകൂറായി ഒരാഴ്ച മുമ്പെങ്കിലും അവിടെ പോയി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും എപ്പോഴാണ് രാത്രി എത്ര മണിക്ക് ശേഷമാണ് നടക്കുന്നതെന്നും അല്ലെങ്കിൽ പകലാണോ എന്നും അവിടെ എന്തുമാത്രം ആൾക്കാർ വന്നു ചേരും, അങ്ങനെ വരുന്നിടത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് പാലയൂരിലെ ആ ചാവക്കാട് SIക്കുണ്ടായത്. പക്ഷേ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അയാൾ യുക്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. അയാൾക്കെതിരായിട്ട് അതിശക്തമായ നടപടി എടുക്കുക തന്നെ വേണം.